രക്തമില്ലാത്ത മനുഷ്യർ. അധ്യായം 52. ഡോക്ടർ ശിവപ്രസാദ് ആശാദേവിയുടെ നേരെ വിളിച്ചു നോക്കി. ആ കാക്കി വേഷധാരി ഒരു പാലസ്തീൻ ഗറില്ലയെ പോലെയാണ് തോന്നിച്ചത്. അവൾ ഒരു ചുവട് വെച്ചപ്പോൾ ഇരുമ്പ് കട്ടകളുള്ള ബൂട്ടുകൾ ഞെരിഞ്ഞമർന്നു. അവളുടെ വസ്ത്രത്തിന്റെ അറകളിൽ മാരകായുധങ്ങൾ കാണുമെന്ന് ഡോക്ടർക്ക് തോന്നി. ഹോട്ടൽ ബോംബ് വെച്ച് തകർക്കുമെന്ന് തോമസിനെ ഭീഷണിപ്പെടുത്തിയവളാണ്. നേരെ വന്നാൽ എന്തോ ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ ഡോക്ടർ. ആശാദേവി ഒരടി കൂടി മുന്നോട്ട് വെച്ചു. അവൾ എങ്ങനെ അവിടെ വന്നുവെന്ന് അത്ഭുതപ്പെടുകയായിരുന്നു ഡോക്ടർ ശിവപ്രസാദ്. ആശാദേവി. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. യെസ്, ആശാദേവി IPS. ആശാദേവി പറഞ്ഞു. ഇനി SP-യുടെ യൂണിഫോം എനിക്ക് വേണ്ട. ആ അധികാരമുള്ളപ്പോൾ ഒരു കൊല ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഓ, ഞാൻ മരിച്ചുപോയല്ലോ അല്ലേ? ഹിംസ്ര ജന്തുക്കളുള്ള വനത്തിൽ എന്നെ കൊടുക്കാനായി കെണിയൊരുക്കിയ അരക്കില്ലത്തിൽ ആശാദേവി കത്തിയെരിഞ്ഞല്ലോ. വനം കൊള്ളക്കാരെയും ആനവേട്ടക്കാരെയും പിടിക്കാൻ പോയ ആശയെ കൊള്ളക്കാർ കത്തിച്ചു കളഞ്ഞു. പത്രങ്ങൾ എഴുതിയത് അങ്ങനെയല്ലേ? ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും കരുതിയത് അങ്ങനെയല്ലേ? രക്തമില്ലാത്ത നിങ്ങൾ കുറെ പേരാണ് ഇതിന്റെ പിന്നിലെന്ന് ഒരാൾക്ക് മാത്രമേ അറിവുള്ളൂ. എനിക്ക്. മരിച്ചുപോയ എനിക്ക്. ആവേശം കൊണ്ടവൾ കിതയ്ക്കുന്നത് ഡോക്ടർ കണ്ടു. നിങ്ങളാ ചാരക്കൂനയിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥികൾ എന്നെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന വൃദ്ധ ചെകുത്താന്റേതാണ്. എന്റെ അച്ഛന്റെ. ഞാനാണ് അയാളെ കൊന്നത്. ആദ്യത്തെ കൊലപാതകം. അതൊരു തുടക്കമാണ്. അടുത്തത് നീ. ആശ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആക്രമിക്കാനായി ഡോക്ടർ അവളുടെ നേരെ അടുത്തു. ആശാദേവി കാലുയർത്തി ഒറ്റ ചവിട്ട്. ശിവപ്രസാദ് ഒരു നിലവിളിയോടെ ബെഡിലേക്ക് മറിഞ്ഞു വീണു. ചവിട്ടേറ്റ വയറ്റിൽ അമർത്തിപ്പിടിച്ചുകൊണ്ടയാൾ പുളഞ്ഞു. നിന്നെ ഞാനിപ്പോൾ കൊല്ലുകയില്ല. പുതുവർഷത്തിൽ മാത്രം. ആശ പറഞ്ഞു. നീ ഫോണെടുത്ത് SP ശേഖറിനെ വിളിക്ക്. ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. തോക്കിൻ കുഴൽ കണ്ടപ്പോൾ അയാൾ അനുസരണയോടെ തലയാട്ടി. SP ശേഖർ ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ഫോൺ വന്നപ്പോൾ എടുത്തത് ഭാര്യയാണ്. അവരത് ശേഖറിന്റെ കയ്യിൽ കൊടുത്തു. ആരാ? ഡോക്ടർ ശിവപ്രസാദ്. ഫോൺ വാങ്ങി SP ചോദിച്ചു. എന്താടോ ഈ രാത്രിയില്? തന്റെ ഭാര്യയും മക്കളുമൊന്നും അവിടെ ഇല്ലല്ലോ. എന്താ, പേടി വരുന്നുണ്ടോ? എന്റെ കൂടെ മറ്റൊരാളുണ്ട്. ഡോക്ടറുടെ ശബ്ദം. അതാരാ? SP ഉദ്യോഗത്തോടെ ചോദിച്ചു. ആശാദേവി. അത് കേട്ട് ശേഖർ ഞെട്ടി. എന്താ ശേഖർ, നിങ്ങൾക്കിങ്ങോട്ട് വരണമെന്നുണ്ടോ? ആശാദേവിയുടെ ശബ്ദമായിരുന്നു അത്. ശേഖർ വീണ്ടും ഞെട്ടി. ഡോക്ടർ ശിവപ്രസാദും ആശയും കൂടി ധാരണയിലെത്തിയെന്ന് ശേഖറിന് തോന്നി. ആശയെ രക്ഷിച്ചത് ശിവപ്രസാദായിരിക്കും. പണ്ടേ കള്ളനാണയാൾ. അപ്പോൾ നിങ്ങൾ? ശേഖർ അമ്പരപ്പോടെ ചോദിച്ചു. ഞങ്ങൾ ഫ്രണ്ട്സ്. കാണണമെന്ന് തോന്നുമ്പോൾ ശിവപ്രസാദ് എന്റെ താമസ സ്ഥലത്ത് വരും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരും. എന്താ, അസൂയ തോന്നുന്നുണ്ടോ? യു ഡെവിൾ. മുഴുവൻ കേൾക്കാതെ ശേഖർ ക്ഷമകെട്ടലറി. ആ കഴിവേറി ഞങ്ങളെ ചതിക്കുകയായിരുന്നോ? ആശാദേവിയുടെ ഒരു പൊട്ടിച്ചിരിയാണ് മറുപടിയായി കിട്ടിയത്. കൊല്ലും ഞാനവനെ. ശേഖർ അലറി. നിങ്ങൾ ഞങ്ങളുടെ ഒരു രോമത്തെ പോലും തൊടില്ല. കാണിച്ചു തരാമടി. പച്ചത്തെറി വിളിച്ചുകൊണ്ട് ശേഖർ റിസീവർ ക്രേഡലിലിട്ടു. അടുത്തിരുന്ന ഭാര്യ പരിഭ്രമത്തോടെ ഭർത്താവിനെ നോക്കി. എന്തുപറ്റി? കൊല്ലും ഞാനവനെ. ശേഖർ റിവോൾവർ എടുത്ത് ലോഡ് ചെയ്തു. എന്താ, എന്തുപറ്റി? എന്നോട് പറയൂ. മുഖമാകെ വിയർത്തൊഴുകുന്ന ഭർത്താവിന്റെ ചുമലിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഭാര്യ തിരക്കി. ആ ചതിയനെ ഞാൻ കൊല്ലും. കൂട്ടത്തിൽ നിന്നിട്ട് കുതികാൽ വെട്ടുന്ന ചെകുത്താൻ. ഭാര്യയെ തട്ടിമാറ്റിയിട്ട് ശേഖർ പുറത്തിറങ്ങി. ഇതേ സമയം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആശ ഡോക്ടർ ശിവപ്രസാദിനെ നോക്കി. ശരീരമാകെ വിയർത്തു കുളിച്ച് പരിഭ്രാന്തനായി ഇരിക്കുകയായിരുന്നു അയാൾ. ഇനി നമുക്ക് ചോപ്രയെ വിളിക്കണം. തേറ്റപ്പല്ലുള്ള എന്റെ കാമുകനെ. ആശ ഡോക്ടറെ നോക്കി പറഞ്ഞു. അവന്റെ നമ്പർ. ഒരു നിമിഷം ആലോചിച്ച് ആശ ഡയൽ കറക്കി. പിന്നെ മഹേഷിനെ വിളിച്ചു. പിന്നെ മന്ത്രി വേലായുധനെ. ഡയൽ ചെയ്തു കഴിഞ്ഞ് മറുവശത്ത് അറ്റൻഡ് ചെയ്തപ്പോൾ ആശ റിസീവർ ഡോക്ടറുടെ നേരെ നീട്ടി. അയാൾ ഒന്നും അടിച്ചപ്പോൾ ആശ റിവോൾവർ അയാളുടെ നെഞ്ചിൽ മുട്ടിച്ചു. ഉടനെ അയാൾ ആശാദേവി നിർദ്ദേശിച്ചതുപോലെ സംസാരിച്ചു. മന്ത്രി വേലായുധൻ സന്ദർശകരും സുഹൃത്തുക്കളും പോയി കഴിഞ്ഞപ്പോൾ വീട്ടിലെ ഓഫീസ് മുറിയിലിരുന്ന് സ്വകാര്യ കണക്കുകൾ പരിശോധിക്കുകയായിരുന്നു. PA തോമസും ഉണ്ടായിരുന്നു. തോമസേ, ആ SA സെലക്ഷന്റെ ഫയൽ എവിടെ? ഇതാ സാർ. തോമസ് ഫയലെടുത്ത് കൊടുത്തു. നമ്മുടെ കയ്യിൽ എത്ര പേരുണ്ട്? 32 പേർ സാർ. അവർ എത്ര രൂപ വരെ മുടക്കും? 50,000 വീതം മതി സാർ.
വേണമെങ്കിൽ 1.5 ലക്ഷം തരാനും തയ്യാറാ. സെലക്ഷനായാൽ പിന്നെ അവർ അതുണ്ടാക്കിക്കൊള്ളും. 50,000 വെച്ചായാൽ 16 ലക്ഷം രൂപ അല്ലേ? അതെ സാർ. വേലായുധനെന്ന് പുഞ്ചിരിച്ചു. 16 ലക്ഷം രൂപ. ടെലിഫോൺ മണിയടിച്ചു. തോമസ് അറ്റൻഡ് ചെയ്തു. സാറിനാ, ഡോക്ടർ ശിവപ്രസാദ് വിളിക്കുന്നു. അയാൾക്ക് വിളിക്കാൻ കണ്ട നേരം. ലക്ഷങ്ങൾ വരുന്ന വഴി തുറക്കുമ്പോഴാ ഭ്രാന്തൻ ഡോക്ടറുടെ കിന്നാരം. ആ കൊണ്ടുവാ, അയാളെയും ഉപേക്ഷിക്കാൻ മേല. റിസീവർ കയ്യിൽ വാങ്ങി അറ്റൻഡ് ചെയ്ത മന്ത്രിയുടെ മുഖത്തെ സന്തോഷഭാവം പെട്ടെന്ന് മായുന്നത് തോമസ് കണ്ടു. അത് ദേഷ്യവും ക്രൂരവുമൊക്കെയായി മാറുന്നത് അയാൾ കണ്ടു. എടാ പട്ടി! മന്ത്രി കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. PA വിരണ്ടുപോയി. എന്താ സാർ? എന്റെ റിവോൾവർ എവിടെ തോമസേ? റിസീവർ കാടലിലിട്ട് മന്ത്രി വിറച്ചുകൊണ്ട് ചോദിച്ചു. എടാ, ആശാദേവിയുടെ പിന്നിൽ അവനാ, ഡോക്ടർ ശിവപ്രസാദ്. സത്യമോ? തോമസ് നടുങ്ങിപ്പോയി. കൊല്ലും ഞാനവനെ. നീയാ തോക്കിങ്ങെട്. നീയും കരുതിക്കോ ഒരെണ്ണം. തോമസ് അലമാരയുടെ രഹസ്യ അറയിൽ നിന്ന് ഒരു റിവോൾവർ എടുത്തു. അതഴിച്ച് ഫുൾ ലോഡാണെന്ന് ഉറപ്പുവരുത്തി. വേഗം കാറിറക്ക്, ഡോക്ടർ ശിവപ്രസാദിന്റെ വീട്ടിലേക്ക്. മന്ത്രിയും പ്രൈവറ്റ് സെക്രട്ടറിയും ധൃതിയിൽ വന്ന് കാറിൽ കയറി. സെക്യൂരിറ്റി പോലീസുകാർ സല്യൂട്ട് ചെയ്തു. സാർ, എസ്കോട്ട്? വേണ്ട, കാർ പാഞ്ഞുപോയി. ആശാദേവി തന്നെ ഒരു കുടുക്കിലാണ് പെടുത്തിയിരിക്കുന്നത്. അവൾ ഗുഡ് ബൈ പറഞ്ഞു പോയപ്പോൾ ഡോക്ടർ ശിവപ്രസാദ് പുറകെ ഓടിച്ചെന്നു. അപ്പോൾ ആശ തോക്കയാളുടെ നേരെ തിരിച്ചു. അവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നിന്റെ മരണം ഇന്നാകും. സ്റ്റെയർ കേസിന് മുകളിൽ ഡോക്ടർ ചലനമറ്റ് നിന്നു. അവിടെ വിസിറ്റിംഗ് റൂമിലൂടെ നടന്ന് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങുന്ന ശബ്ദം കേട്ടു. ഡോക്ടർ ഓടി സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ വന്ന് ലൈറ്റിട്ടു. പൂമുഖത്ത് വന്ന് നോക്കിയപ്പോൾ അവിടെയെങ്ങും ഒരു മനുഷ്യജീവിയുടെ അടയാളം പോലുമില്ലായിരുന്നു. ഗേറ്റ് അല്പം തുറന്നു കിടക്കുന്നത് കണ്ടു. അയാൾ വേഗം വിസിറ്റിംഗ് റൂമിലേക്ക് വന്നു. വേലക്കാരനെ അലറി വിളിച്ചു. വീട് മുഴുവൻ നടുങ്ങുന്ന ശബ്ദം. സ്റ്റാൻഡിൽ ഫോണിരിക്കുന്നത് കണ്ടു. ഡോക്ടർ വേഗം ശേഖറിന്റെ വീട്ടിലേക്ക് വിളിച്ചു. ശേഖറിന്റെ ഭാര്യയാണ് ലൈനിൽ കിട്ടിയത്. എന്താണ് ഡോക്ടർ? അദ്ദേഹം ഒരു ഫോൺ കോൾ വന്നപ്പോൾ ആകെ പരിഭ്രാന്തനായി. ആരെയോ കൊല്ലുമെന്ന് പറഞ്ഞ് കലി തുള്ളി. ഇപ്പോൾ എന്തിയെ? ഡോക്ടർ തിരക്കി. കാറിൽ കയറിപ്പോയി. കലി കയറി വിറയ്ക്കുകയായിരുന്നു. ഡോക്ടർ, ഇന്നെന്തെങ്കിലും സംഭവിക്കും. അദ്ദേഹം ഇത്രയും ദേഷ്യപ്പെട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. എന്റെ ദൈവമേ! ഡോക്ടർ ശിവപ്രസാദ് നിലവിളിച്ചു പോയി. ഡോക്ടർ, എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്? എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാമല്ലോ. SP ശേഖരന്റെ ഭാര്യയ്ക്ക് മറുപടി കൊടുക്കാതെ ഡോക്ടർ ശിവപ്രസാദ് ഫോൺ ഡിസ്കണക്ട് ചെയ്തു. പിന്നെ ഗിരീഷ് ചോപ്രയ്ക്ക് ഫോൺ ചെയ്തു. അവിടെ നിന്നും ഇതേ മറുപടിയാണ് കിട്ടിയത്. മഹേഷ് കുമാറും പുറപ്പെട്ടു. മന്ത്രിയുടെ വീട്ടിൽ നിന്നും മറുപടി കിട്ടി. പോലീസിനെ പോലും കൂട്ടാതെയാണ് വേലായുധൻ പുറപ്പെട്ടിരിക്കുന്നത്. ഭഗവാനെ, അവന്മാർ ഇപ്പോഴിങ്ങോട്ടെത്തും. ഡോക്ടർ ശിവപ്രസാദ് തലയിൽ കൈവച്ചു പോയി. സാറേ, എന്നെ വിളിച്ചോ? വേലക്കാരൻ കണ്ണു തിരുമ്മി അവിടേക്ക് വന്നപ്പോൾ ഡോക്ടറുടെ കലി അയാളോടായി. എടാ നായേ, ഈ വീട് നോക്കേണ്ടത് നിന്റെ കടമയല്ലേടാ? പന്നിയെപ്പോലെ കിടന്നുറങ്ങിയോടാ. എന്നെ ആരെങ്കിലും വന്ന് കൊന്നാലും നീ അറിയില്ലടാ. ഡോക്ടർ ഓടിച്ചെന്ന് വേലക്കാരന്റെ ഇരുകന്നത്തും അടിച്ചു. അയ്യോ, എന്നെ കൊല്ലുന്നേ! വേലക്കാരൻ നിലവിളിച്ചു. ഡോക്ടർക്ക് ഭ്രാന്ത് പിടിച്ചേ. ഇതേ സമയം ഡോക്ടർ ശിവപ്രസാദിന്റെ വീടിന് മുന്നിൽ SP ശേഖറിന്റെ കാർ പാഞ്ഞു വന്നു നിന്നു. ശേഖർ ഡോർ തുറന്നിറങ്ങിയപ്പോൾ പിന്നിൽ വാഹനങ്ങളുടെ ശബ്ദം കേട്ടു. ശക്തിയായ വെളിച്ചവും അവിടേക്ക് വന്നു. 3 കാറുകൾ പാഞ്ഞു വന്നു നിന്നു. അവയിൽ നിന്ന് ശേഖറിനെ പോലെ തന്നെ കോപാകുലരായ മഹേഷ് കുമാറും ഗിരീഷ് ചോപ്രയും വേലായുധനും PAയും ഇറങ്ങി. ആ നായിന്റെ മോൻ നമ്മളെ ചതിച്ചു. വേലായുധൻ ഓടിവന്ന് പറഞ്ഞു. കൊല്ലണം അവനെ. ഗിരീഷ് ചോപ്ര ഗേറ്റ് ചവിട്ടി തുറന്നു. അവർ ഓടി വരുന്നത് കണ്ട് ഡോക്ടർ ശിവപ്രസാദ് വാതിലടച്ച് കുറ്റിയിട്ടു. എടാ ഭ്രാന്തൻ ഡോക്ടറെ, വാതിൽ തുറക്കടാ, അല്ലെങ്കിൽ ഞങ്ങളിത് പൊളിക്കും. വാതിലിൽ ഇടിച്ചുകൊണ്ട് അവരലറി. എന്റെ ഭഗവാനെ, ഞാനെവിടെ ഒളിക്കും? ഡോക്ടർ നിലവിളിച്ചു. വാതിലിൽ ശക്തിയായി ഇടിക്കുന്നു. അതിളകുന്നത് ഡോക്ടർ കണ്ടു. വിസിറ്റിംഗ് റൂമിന്റെ മധ്യത്തിൽ ഡോക്ടർ ശിവപ്രസാദ് പകച്ചു നിന്നു. ഡോക്ടറുടെ അടികൊണ്ട് നിലവിളിച്ച വേലക്കാരൻ ശബ്ദം പുറത്തുവിടാൻ പോലും ഭയന്ന് മിഴിച്ചു നിന്നു. വാതിൽ തകർന്നു വീണു. എടാ ചതിയൻ ശിവപ്രസാദേ, ഞങ്ങളെ ചതിച്ചിട്ട് നീ ആശാദേവിയുമായി സുഖിക്കുകയാ അല്ലേടാ? വിശന്നു വലഞ്ഞ സിംഹങ്ങളെപ്പോലെ അവർ കുതിച്ചു വരുന്നത് കണ്ടപ്പോൾ ഡോക്ടർ തരിച്ചു നിന്ന് പോയി. പൊന്നു സുഹൃത്തുക്കളെ,
ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഡോക്ടർ കരഞ്ഞുപോയി. നീയൊരു മറ്റതും പറയണ്ട. പറഞ്ഞതൊക്കെ മതിയടാ. നിന്നെ ഞങ്ങളെന്ന് കൊല്ലും. എവിടടാ നിന്റെ മറ്റവൾ ആശാദേവി? അവർ കൂട്ടത്തോടെ ശിവപ്രസാദിനെ ആക്രമിച്ചു. വേലക്കാരൻ ജീവനും കൊണ്ടോടി. ഡമ്മോ! ഡോക്ടർ ശിവപ്രസാദിന്റെ നിലവിളി ആ വീട്ടിൽ നിന്നുയർന്നു. അധ്യായം 53. ഡോക്ടർ ശിവപ്രസാദ് അടികൊണ്ട് പുളഞ്ഞുപോയി. നീ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ ചതിച്ചു അല്ലേടാ? ഗിരീഷ് ചോപ്ര ഡോക്ടറുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. SP ശേഖർ അയാളുടെ കൈ പിടിച്ചൊടിക്കാൻ ശ്രമിച്ചു. അയ്യോ, എന്നെ കൊല്ലുന്നേ! അയാൾ നിലവിളിച്ചു. ആരും രക്ഷിക്കാൻ വരില്ലടാ, നിന്നെ ഞങ്ങളെ കൊല്ലും, വേലായുധൻ പറഞ്ഞു. എല്ലാത്തിനും ഒപ്പം കൂട്ടുനിന്നിട്ട് അവസാനം നീ അവളുടെ കൂടെ ചേർന്നു. അവൾ നിന്നെ എങ്ങനെയാടാ വശീകരിച്ചത്? ഗിരീഷ് ചോപ്ര ഡോക്ടറുടെ കരണത്തടിച്ചു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ട് നിങ്ങൾ എന്നെ കൊന്നോ? ഡോക്ടർ ശിവപ്രസാദ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ കൊന്നില്ലെങ്കിലും അവൾ എന്നെ കൊല്ലും. പുതുവർഷം പിറന്നു വീഴുന്നതെന്റെ ചോരയിലാണെന്നാ അവൾ പറഞ്ഞിരിക്കുന്നത്. SP ശേഖർ ശിവപ്രസാദിന്റെ ഒടിക്കാനായി തിരിച്ച കയ്യിൽ നിന്ന് പിടിവിട്ടു. കൊല്ലുന്നതിന് മുമ്പ് ഇവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവനും അവളും കൂടി നമ്മളെ കൊല്ലാൻ എന്തൊക്കെ പദ്ധതികളാ ഒരുക്കിയിരിക്കുന്നതെന്ന് അറിയണ്ടേ? വേണം. എന്റെ 10 ലക്ഷം രൂപയുടെ ഷെയർ ഇവനും കിട്ടിയിട്ടുണ്ടാവും. അതെനിക്ക് തിരിച്ചു വേണം, മന്ത്രി വേലായുധൻ പറഞ്ഞു. അയ്യോ! തകർന്ന കസേരകൾക്കിടയിൽ നിന്നും ഡോക്ടർ വളരെ പ്രയാസപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇടിയും കുത്തും ചവിട്ടുമേറ്റ അയാളുടെ ശരീരമാകെ വേദനിക്കുന്നുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ് തൂങ്ങിക്കിടന്നു. കവിളുകളിലും കടവായിലും ചോര ഒഴുകി. ചോപ്ര ഡോക്ടറെ എടുത്ത് സോഫയിലേക്കിട്ടു. ഡോക്ടർ ദയനീയമായി അവരെ നോക്കി. ഡോക്ടർ ബാലചന്ദ്രനെ കൊന്ന ഞങ്ങൾ ചതി കാണിച്ചാൽ നിന്നെ വെറുതെ വിടുമെന്ന് കരുതിയോടാ? മഹേഷ് കുമാർ ഡോക്ടറെ അടിക്കാനായി കൈയോങ്ങി. കൊന്നോ? ഇനി ഞാൻ ജീവിച്ചിട്ടും കാര്യമില്ല, വളരെ പ്രയാസപ്പെട്ട് ഡോക്ടർ പറഞ്ഞു. അതിനു മുമ്പ് സംഭവിച്ചതെന്താണെന്ന് എനിക്ക് പറയണം. ശരി പറയ്, വേലായുധൻ അനുവദിച്ചു. ഡോക്ടർ ശിവപ്രസാദ് ആശാദേവി തന്നെ ഫോണിൽ വിളിച്ചതും നേരെ വരാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ മുറിയിൽ വന്നതും എല്ലാവർക്കും ഫോൺ ചെയ്തതുമൊക്കെ പറഞ്ഞു. 4 പേരും അത് കേട്ട് മരവിച്ചു നിന്നു. തനിക്കിത് നേരത്തെ പറയാൻ മേലായിരുന്നോ? ശേഖർ ചോദിച്ചു. അതെങ്ങനെയാ? എന്നെക്കൊണ്ട് മിണ്ടിച്ചോ? എന്റെ ആശുപത്രിയിലെ ഭ്രാന്തന്മാർ പോലും കേൾക്കാൻ ഒരു നിമിഷം നിൽക്കും, ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ചോപ്ര ഇടയ്ക്ക് കയറി. കള്ളം, ഇയാൾ കള്ളം പറയുകയാണ്. അകലെ നിന്ന് ഫോൺ ചെയ്ത ആശാദേവി എങ്ങനെയാ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തിയത്? അതെ, അതെങ്ങനെ വന്നു എന്ന മട്ടിൽ മഹേഷും വേലായുധനും ശേഖറും ഡോക്ടറെ നോക്കി. അതെനിക്ക് മനസ്സിലായി, ഡോക്ടർ പറഞ്ഞു. ഭീഷണി വരുമ്പോൾ ഞാൻ ബെഡ്റൂമിലായിരുന്നു. വിസിറ്റിംഗ് റൂമിൽ അവൾക്കെതിരെയുള്ള സ്റ്റാൻഡിലെ ഫോണിന്റെ നേരെ ഡോക്ടർ കൈ ചൂണ്ടി. ഫോണിന്റെ എക്സ്റ്റൻഷൻ എന്റെ ബെഡ്റൂമിലേക്കാണ്. ഫോൺ കോൾ വരുന്ന സമയത്ത് ആശാദേവി എന്റെ വിസിറ്റിംഗ് റൂമിൽ കടന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരാളാണ് ഇവിടേക്ക് എവിടെ നിന്നോ ഡയൽ കറക്കിയത്. ഞാൻ ബെഡ്റൂമിൽ ഫോൺ അറ്റൻഡ് ചെയ്തയുടനെ ഇവിടെയുണ്ടായിരുന്ന ആശാദേവി ഈ ഫോണിലൂടെ സംസാരിച്ചു. ഇവിടേക്ക് ഡയൽ ചെയ്തയാളുടെ ജോലി അതോടെ തീർന്നു. ഇവിടെ നിന്ന് അവൾക്കെന്റെ മുറിയിൽ വരാൻ ഒരു നിമിഷം മതിയല്ലോ. അവൾ എന്തിനാണ് ഇങ്ങനെയൊരു കളി കളിച്ചത്? ഭീഷണി നേരിട്ട് ഫോണിലൂടെ മതിയായിരുന്നല്ലോ, മഹേഷ് ചോദിച്ചു. അപ്പോൾ നിങ്ങളെ കൊണ്ടെന്നെ തല്ലിക്കാൻ പറ്റുമായിരുന്നോ? ഡോക്ടർ കോപത്തോടെ ശബ്ദമുയർത്തി. കള്ളന്മാരും പോക്കറുകളുമായ നിങ്ങളുടെ കൂടെ കൂടിയപ്പോഴേ എന്റെ കഷ്ടകാലം തുടങ്ങി. ഭ്രാന്തന്മാരുമായി മനസമാധാനത്തോടെ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇനി അവൾ കൊല്ലേണ്ടി വരില്ല. ഞാൻ തനിയെ ചത്തുപോകും. ഇല്ല, തന്നെ ഞങ്ങൾ കൊല്ലിക്കില്ല. എത്ര പോലീസ് പ്രൊട്ടക്ഷൻ വേണമെങ്കിലും ഞാൻ തരും, മന്ത്രി വേലായുധൻ പറഞ്ഞു. അതേ എന്ന അർത്ഥത്തിൽ SP ശേഖറും തലയിളക്കി. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് ഫോൺ ചെയ്തത് ആരായിരിക്കും? തന്റെ മനസ്സിൽ കിടന്ന് മറഞ്ഞുകൊണ്ടിരുന്ന സംശയം മഹേഷ് കുമാർ ചോദിക്കുക തന്നെ ചെയ്തു. അവളുടെ കൂടെ വേറെയും ആളുകളുണ്ട്, SP ശേഖർ പറഞ്ഞു. ഹോട്ടലിൽ വെച്ച് പണവുമായി അവളോടൊപ്പം വേറൊരാളാണ് പോയത്. അവനായിരിക്കും ഇത് പറയാനല്ലാതെ അവരെ കണ്ടുപിടിക്കാൻ തനിക്ക് കഴിഞ്ഞോ? വേലായുധൻ ദേഷ്യപ്പെട്ടു. തന്നെ SP ആക്കിയത് വെറുതെയല്ല, അറിയാമല്ലോ. ആ തൊപ്പി തലയിൽ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടോ? അത് ശേഖറിന് ഇഷ്ടപ്പെട്ടില്ല. എന്നേക്കാൾ ഉത്തരവാദിത്വം തനിക്കല്ലേ? താനല്ലേ ആഭ്യന്തരമന്ത്രി. ഈ പറയുന്നത് കേട്ടാൽ തോന്നും ആശാദേവി എന്റെ മൂക്കിലിരിക്കുകയാണെന്ന്.
എടോ SP, വേലായുധൻ പല്ലുഞെരിച്ചു. നീ എന്നെയും പേടിപ്പിക്കാൻ തുടങ്ങിയോ? അയ്യോ, നിങ്ങൾ പരസ്പരം തല്ലിച്ചാകാതെ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്ക്, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ഡോക്ടർ ശിവപ്രസാദ് നിലവിളിച്ചപ്പോൾ അവരടങ്ങി. ഉടനെ ഡോക്ടറെ എടുത്ത് കാറിൽ കയറ്റി. ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്ക് കാറുകൾ പാഞ്ഞുപോയി. ഡോക്ടർ ശിവപ്രസാദ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം കിടന്നു. ഞായറാഴ്ച അയാളാകെ പരിഭ്രാന്തനായി കാണപ്പെട്ടു. എന്നെ ഇന്ന് രാത്രി കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തുണ്ടായിരുന്ന ശേഖറോട് ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞു. ഡോക്ടർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലാണ് ന്യൂ ഇയർ പാർട്ടി. കൂടുതൽ ആരുമില്ല, നമ്മൾ 5 പേർ മാത്രം. മന്ത്രിയുടെ വീടിനു ചുറ്റും സായുധ പോലീസ് കാവലുണ്ട്. അവരറിയാതെ ഗേറ്റിനുള്ളിലേക്കോ പുറത്തേക്കോ ഒരു ഈച്ച പോലും കടക്കില്ല. SP ശേഖർ പറഞ്ഞു. എനിക്ക് വിശ്വാസം വരുന്നില്ല. അവൾക്കെന്നെ വെള്ളിയാഴ്ച കൊല്ലാമായിരുന്നു. പക്ഷേ അവൾ കൊന്നില്ല. ഇങ്ങനെ ഒരവസരത്തിനായി കാത്തിരുന്നതായിരിക്കും. ഡോക്ടർ തന്റെ ഭീതി തുറന്നു പറഞ്ഞു. ഡോക്ടർ, നിങ്ങളെ രക്ഷിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. ഇത് ഞങ്ങളുടെ കൂടി ആവശ്യമല്ലേ? ആശാദേവി ആ പരിസരത്തെങ്ങാനും വന്നാൽ ആ നിമിഷം പോലീസ് അവളെ വെടിവെച്ച് കൊല്ലും. ശേഖർ ഉറപ്പുകൊടുത്തു. രാത്രിയിൽ അവർ വേലായുധന്റെ വീട്ടിലേക്ക് പോയി. ഗിരീഷ് ചോപ്രയും മഹേഷ് കുമാറും നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മന്ത്രിയുടെ വീടിനു ചുറ്റും പോലീസുകാരുണ്ടായിരുന്നു. 2ാം നിലയിലെ ഹാളിലാണ് അവർക്ക് വേണ്ടി കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നത്. വിദേശ മദ്യവും ഭക്ഷണവുമെല്ലാം ആവശ്യത്തിന്. ഇവിടെ യാതൊന്നും ഭയപ്പെടാനില്ല, വേലായുധൻ പറഞ്ഞു. തന്റെ ഭാര്യയും മക്കളും 2 വേലക്കാരുമല്ലാതെ ഈ വീട്ടിൽ മറ്റാരുമില്ല. പുറത്ത് ശക്തമായ പോലീസ് കാവൽ, വയർലെസ്സും ഉണ്ട്. അവർ വിളിച്ചാൽ എത്ര പോലീസ് വേണമെങ്കിലും വരും. ഡോക്ടർ ശിവപ്രസാദ് ജനാലയ്ക്കൽ ചെന്ന് വെളിയിലേക്ക് നോക്കി. മുറ്റത്തും മതിലിനടുത്തുമെല്ലാം പോലീസ് നിൽക്കുന്നുണ്ട്. ന്യൂ ഇയറിന്റെ അലങ്കാരത്തിനാണെന്ന വ്യാജേനെ വീടിനു ചുറ്റും മരങ്ങളിലുമെല്ലാം ബൾബുകൾ പിടിപ്പിച്ചിരിക്കുന്നു. ചുറ്റും വെളിച്ചമാണ്. വേലായുധന്റെ മതിലിനുള്ളിൽ ധാരാളം മരങ്ങളുണ്ട്. മതിലിനപ്പുറത്തെ പറമ്പുകളിലും കൂറ്റൻ മരങ്ങൾ. അവയ്ക്കിടയിലെ ഇരുട്ടിലൂടെ അപ്പുറത്തുള്ള വീടുകളിലെ വെളിച്ചം കാണാം. ഈ പോലീസുകാരുടെ വേഷത്തിൽ അവൾ നിൽക്കുന്നുണ്ടോ? ഡോക്ടർ തന്റെ ആശങ്ക പറയുക തന്നെ ചെയ്തു. ഇംപോസിബിൾ, SP ശേഖർ നിഷേധിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ ഫിലിപ്പിനാണ് ഇവിടുത്തെ ചാർജ്. വേലായുധൻ പറഞ്ഞു. അറിയില്ലേ ഫിലിപ്പിനെ? എന്നെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുള്ളതാ. ഇപ്പോൾ നായയെ പോലെ വാലും മടക്കി എനിക്ക് കാവൽ നിൽക്കുന്നു. ഫലിതം പറഞ്ഞതുപോലെ വേലായുധൻ ഉറക്കെ ചിരിച്ചു. ശേഖറും ഗിരീഷും മഹേഷും ഒപ്പം ചിരിച്ചു. ഡോക്ടർ ശിവപ്രസാദിന് മാത്രം ചിരി വന്നില്ല. ആശാദേവി വാക്ക് തെറ്റിക്കുമോ? എന്തായാലും 12 മണി വരെ താൻ ഭയപ്പെടേണ്ടെന്ന് അയാൾക്ക് തോന്നി. വേലായുധൻ താഴെ നിന്നും ഫോണെടുത്ത് കൊണ്ടുവന്ന് ആ ഹാളിന്റെ അറ്റത്തുണ്ടായിരുന്ന മേശപ്പുറത്ത് വെച്ചു. അവിടെ ഭിത്തിയിലുണ്ടായിരുന്ന പ്ലഗിൽ അതിന്റെ പിൻ കുത്തി. എന്റെ കയ്യിലൊരു കോഡ്ലെസ് ഫോൺ ഉണ്ടായിരുന്നതാ, മിനിസ്റ്റർ വേലായുധൻ പറഞ്ഞു. 5 കിലോമീറ്ററിനുള്ളിൽ നിന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ഫോറിൻ ഫോൺ. വെള്ളിയാഴ്ച ഡോക്ടർ ശിവപ്രസാദിന്റെ വീട്ടിൽ വരുമ്പോഴും അത് കാറിലുണ്ടായിരുന്നു. പിന്നെ കണ്ടിട്ടില്ല. എവിടെയോ നഷ്ടപ്പെട്ടു. ഈ ഫോൺ ഇവിടെ ഇരിക്കട്ടെ. ന്യൂ ഇയർ ആശംസകൾ അറിയിക്കാൻ കുറെ പേർ വിളിക്കും. താഴേക്ക് പോകാതെ കഴിക്കാം. വേലായുധൻ റിസീവർ ചെവിയോടടുപ്പിച്ച് അത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. അതെ, അത് ശരിയാണ്, ഗിരീഷ് ചോപ്ര പറഞ്ഞു. ഡോക്ടർ ഫോണിനടുത്ത് ചെന്ന് ജനലിലൂടെ വെളിയിലേക്ക് നോക്കി. സാവധാനം വീശുന്ന കാറ്റിന് ഒരു സുഖമുണ്ടായിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു കാണാം. ഡോക്ടർ ഡയൽ കറക്കി വീട്ടിലേക്ക് വിളിച്ചു. ഭാര്യയാണ് അറ്റൻഡ് ചെയ്തത്. എടി, ഞാൻ മന്ത്രി വേലായുധന്റെ വീട്ടിൽ നിന്നാണ്. മന്ത്രി ഞങ്ങൾക്ക് 3-4 പേർക്ക് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കുടിക്കരുത്. കുടിച്ചാൽ നിങ്ങൾ ഈടെയായി വയലന്റ് ആകുന്നുണ്ട്. വെറുതെ എന്തിനാ നല്ല ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഭാര്യയുടെ ഉപദേശം. ഇല്ലടി, ഞാൻ 2 പെഗ് കഴിക്കൂ. 2 മണിയാകുമ്പോഴേക്കും വീട്ടിൽ വന്നേക്കാം. ഗുഡ് നൈറ്റ്. മക്കളെവിടെ? അവർ TV-യിൽ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഡോക്ടർ ഫോൺ വെച്ചപ്പോൾ ക്ലോക്ക് 11 അടിച്ചു. വരൂ, നമുക്ക് തുടങ്ങാം. മിനിസ്റ്റർ വില കൂടിയ ഒരു മദ്യക്കുപ്പിയുടെ അടപ്പ് തുറന്നു. ചിയേഴ്സ് പറഞ്ഞ് മദ്യം സിപ്പ് ചെയ്യുമ്പോൾ ഡോക്ടർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് SP ശേഖർ പറഞ്ഞു. എടോ, താനൊന്ന് ധൈര്യമായിട്ടിരിക്കി. ഇവിടെ ആശാദേവി പോയിട്ട് ഒരു ഈച്ച പോലും വരില്ല. തന്നെ മാത്രമല്ലല്ലോ, ഞങ്ങളെയും കൊല്ലുമെന്നല്ലേ അവൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പേടിയില്ലല്ലോ. 2 അകത്ത് ചെന്നപ്പോൾ ഡോക്ടർക്ക് ധൈര്യമായി. ന്യൂ ഇയർ കേക്ക് മക്കള് താഴെയാ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് അവിടെ നിന്നെടുക്കാം, വേലായുധൻ പറഞ്ഞു. കുറെ പടക്കവും അവന്മാർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. എന്റെ മക്കളും കുറെ പടക്കങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പറഞ്ഞു.
ഡോക്ടർ ശിവപ്രസാദ് കൊഞ്ചു ഫ്രൈ ഫോർക്ക് കൊണ്ട് കുത്തിത്തിന്നു. നല്ല ഭക്ഷണം, ചോപ്ര അഭിപ്രായപ്പെട്ടു. ആ കാര്യത്തിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ്, വേലായുധൻ പറഞ്ഞു. എന്റെ ഭാര്യ ഒന്നാം തരം കുക്കറാണ്. കുക്കറല്ല, കുക്ക്. SP ശേഖർ തിരുത്തി. മഹേഷ് ക്ലോക്കിൽ നോക്കി. 11:45. എല്ലാവരും നല്ല ഫോമിലായി കഴിഞ്ഞിരുന്നു. ഡോക്ടർ ക്ലോക്കിലേക്ക് നോക്കി. 11:50. പുതുവർഷത്തിന് 10 മിനിറ്റ് മാത്രം. എടോ, താനിത് നോക്കിയിരിക്കുകയാണെങ്കിൽ ഞാൻ സൂചി പിന്നോട്ട് തിരിച്ചു വെക്കാം, മന്ത്രി പറഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല. ആശാദേവി എന്നെ ഒരു ചുക്കും ചെയ്യില്ല. ഡോക്ടർ എഴുന്നേറ്റു. എവിടെയോ നിന്നൊക്കെയോ പടക്കം പൊട്ടുന്നുണ്ടായിരുന്നു. പുതുവർഷം പിറക്കാൻ മിനിറ്റുകൾ കുറഞ്ഞു വന്നു. 5, 4. പുതുവർഷത്തിന് ചിയേഴ്സ് പറയാൻ വേലായുധൻ ഒരു കുപ്പി കൂടി തുറന്ന് ഗ്ലാസുകളിൽ പകർന്നു. 3, 2, 1. എല്ലാ സൂചികളും രാത്രി 12-ൽ ഒരു നിമിഷം നിന്നിട്ട് സെക്കൻഡ് സൂചി മുന്നോട്ട് നീങ്ങിയപ്പോൾ അവർ പുതു ഗ്ലാസുകൾ ഉയർത്തി. താഴെ നിന്ന് പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടു. ഫോൺ ബെല്ലടിച്ചു. ആദ്യമായി നമുക്ക് ആശംസ തരുന്ന മാന്യന് ചിയേഴ്സ്. മന്ത്രി വേലായുധൻ ഗ്ലാസ്സിലിരുന്ന മദ്യം ഒറ്റവലിക്ക് കുടിച്ചിട്ട് ഫോണിനടുത്തേക്ക് ചെന്നു. ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ഒരു സ്ത്രീ ശബ്ദം. സെയിം ടു യു. താങ്ക് യു. ഞാൻ മിസ്സിസ് ശിവപ്രസാദാണ്. അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കാമോ? ഓ കൊടുക്കാമല്ലോ. ഡോക്ടർ, നിങ്ങളുടെ പ്രാണനാഥ വിളിക്കുന്നു. ശിവപ്രസാദ് ഉത്സാഹത്തോടെ എഴുന്നേറ്റ് ചെന്ന് ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ ഡാർലിംഗ്. ഹാപ്പി ന്യൂ ഇയർ മിസ്റ്റർ ശിവപ്രസാദ്. ആ ശബ്ദം കേട്ട് ഡോക്ടർ നടുങ്ങിപ്പോയി. ആശാദേവി. അയാളുടെ ശബ്ദം വിറച്ചു. ആശാദേവിയുടെ നാമം കേട്ട് എല്ലാവരും അവിടേക്ക് നോക്കി അമ്പരപ്പോടെ. പുതുവർഷം പിറന്നു. നിനക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന സെക്യൂരിറ്റികൾ എനിക്ക് കാണാം. ആശയുടെ ശബ്ദം. നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞു. ഒരു നേർത്ത ചിരിയാണ് പിന്നെ കേട്ടത്. അടുത്ത നിമിഷം അത് നിലച്ചു. എല്ലാവരും ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു പരിഭ്രാന്തിയോടെ. എന്താ ഡോക്ടർ? ജനലിനപ്പുറത്തെ വായുവിൽ എന്തോ ഒന്നനങ്ങിയതുപോലെ ഡോക്ടർ കണ്ടു. ആ ക്ഷണം ഒരസ്ത്രം ഡോക്ടറുടെ ചങ്കിൽ തറച്ചു. അയാളുടെ പുറത്തുകൂടി അതിന്റെ ചോരയിൽ കുതിർന്ന മുന വെളിയിൽ വരുന്നത് അവർ കണ്ടു. അധ്യായം 54. ഫോണുമായി നിന്ന് ഡോക്ടർ ശിവപ്രസാദ് വിറച്ചു. അയാളുടെ പുറം തുളച്ചു വന്ന അസ്ത്രത്തിന്റെ മുനയിൽ നിന്നും ചോര ഇറ്റിറ്റ് വീണു. നിലവിളിയോടെ ഡോക്ടർ പിന്നോട്ട് വില്ല് പോലെ വളഞ്ഞു. ഫോൺ കയ്യിൽ നിന്ന് താഴെ വീണു. താഴെ നിന്നും പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. നഗരത്തിന്റെ എല്ലാ ഭാഗത്തും ന്യൂ ഇയർ പടക്കങ്ങൾ പൊട്ടി. ആഘോഷങ്ങൾ തകർക്കുകയാണ്. അതിനിടയിൽ വെടിയച്ച പോലും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. ജനലിന് മറുവശത്ത് അമിട്ട് പൊട്ടുന്ന ശബ്ദം കേട്ട് അവർ നടുങ്ങി. ആ ജനലോളം ഉയർന്നു പൊങ്ങി പൂക്കുറ്റി കത്തി. 1000 നക്ഷത്രങ്ങൾ ചിതറുന്നതുപോലെ. മന്ത്രി വേലായുധനും SP ശേഖറും ഗിരീഷ് ചോപ്രയും മഹേഷ് കുമാറും ഡോക്ടറുടെ അടുത്തെത്തി. ഡോക്ടറുടെ പൾസ് പരിശോധിച്ചു. SP പറഞ്ഞു, മരിച്ചു. അമ്പിലേക്ക് ഭീതിയോടെ നോക്കി അദ്ദേഹം അവർക്ക് മുന്നറിയിപ്പ് നൽകി. അസ്ത്രത്തിൽ തുടരുത്. അതുകൊണ്ട് ശരീരത്തിലൊരു മുറിവോ പോറലോ ഉണ്ടായാൽ മതി മരിക്കാൻ. ശക്തിയേറിയ വിഷമാണ് പുരട്ടിയിരിക്കുന്നത്. എന്റെ ദൈവമേ, ആരാ ഇത് ചെയ്തത്? മഹേഷ് നിലവിളിച്ചു. നിന്റെ പെങ്ങള്, അല്ലാതാരാ? മന്ത്രി ദേഷ്യപ്പെട്ടു. ആശാദേവി പറഞ്ഞ സമയത്ത് തന്നെ കൊന്നു. നിങ്ങളുടെ പോലീസ് എന്തു നോക്കി നിൽക്കുകയാണ്? ചോപ്ര ദേഷ്യപ്പെട്ടു. SP-യും വേലായുധനും താഴേക്ക് ഓടിച്ചെന്നു. പോലീസിന് നിർദ്ദേശം കൊടുത്തു. ഇരുട്ടിൽ അതീവ ജാഗ്രതയോടെ സെക്യൂരിറ്റിയെ നിയന്ത്രിക്കുകയായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ ഫിലിപ്പ്. പുതുവർഷം പിറക്കുകയും പടക്കങ്ങൾ പൊട്ടുകയും ചെയ്ത സമയത്ത് ഒരു നിലവിളി അദ്ദേഹം കേട്ടു. അത് മുകളിൽ തുറന്നു കിടന്ന ജനാലയിലൂടെയാണ് വന്നതെന്ന് ഫിലിപ്പ് മനസ്സിലാക്കി. അപകടം നടന്നു കഴിഞ്ഞു എന്ന് തന്നെ ഉറപ്പിച്ചു. ജനലിന് എതിർവശത്തേക്ക് ഫിലിപ്പ് തോക്കുമായി കുതിച്ചു. മറ്റൊരു പോലീസുകാരനും കൊലപാതകത്തെപ്പറ്റി നേരിയ സംശയം പോലും ഉണ്ടായില്ല. മുകളിൽ അപകടം നടന്നെങ്കിൽ അത് പുറത്തു നിന്നേ വരികയുള്ളൂവെന്നും അത് ആ ജനലിന് എതിർവശത്ത് നിന്നായിരിക്കുമെന്നും ഫിലിപ്പിന് ഉറപ്പുണ്ടായിരുന്നു. CA ഫിലിപ്പ് ഇരുട്ടിലൂടെ ടോർച്ചുമായി ഓടിച്ചെന്നു. ധാരാളം മരങ്ങൾ അവിടെ വളർന്ന് പന്തലിച്ചു നിന്നിരുന്നു. ടോർച്ച് എവിടേക്ക് തെളിച്ചാലും മരങ്ങളും അവയുടെ നിഴലുകളും മുന്നിൽ കാണാമായിരുന്നു. മരക്കൂട്ടത്തിനിടയിൽ നിന്ന് ഫിലിപ്പ് കിതച്ചു. മുകളിലൊരനക്കം പോലെ തോന്നി. അദ്ദേഹം ടോർച്ച് തിരിച്ചു. മരത്തിൽ നിന്ന് ഒരാൾ അതിവേഗം ഓർന്ന് താഴേക്കിറങ്ങുന്നത് കണ്ടു. പുറത്ത് ഒരു വില്ലും കടിച്ചു പിടിച്ചിരിക്കുന്ന ഒരമ്പും മിന്നൽ പോലെ ഫിലിപ്പ് കണ്ടു. താഴേക്കിറങ്ങിയ ആളുടെ മുഖം കാണുന്നതിനായി ഫിലിപ്പ് ശിരസിന് നേരെ ടോർച്ചടിച്ചു. ആ ക്ഷണം ആ രൂപം മുകളിലേക്ക് ചാടി കാലുകൊണ്ട് ടോർച്ച് തട്ടിക്കളഞ്ഞു.
തെളിഞ്ഞ രീതിയിൽ മുകളിലേക്ക് ഉയർന്ന ടോർച്ച് താഴെ വീഴുന്നതിന് മുമ്പ് അയാൾ അടിച്ചു തകർത്തു കളഞ്ഞു. ഇൻസ്പെക്ടർ ഫിലിപ്പും ആ ആക്രമണത്തിൽ വീണുപോയി. വീഴ്ചയിൽ നിന്നെഴുന്നേറ്റ് അദ്ദേഹം ഇരുളിൽ അവ്യക്തമായി കണ്ട രൂപത്തിനു നേരെ തോക്ക് തിരിച്ചു. അനങ്ങരുത്, ജീവൻ വേണമെന്നുണ്ടെങ്കിൽ. ഫിലിപ്പേ! ഘനഗംഭീരമായ സ്ത്രീ ശബ്ദം. CA ഫിലിപ്പ് ആ ശബ്ദം തിരിച്ചറിഞ്ഞ് ഒന്ന് പതറി. ആശാദേവി. SP സാർ. അദ്ദേഹത്തിന്റെ ശബ്ദം വിറച്ചു. യെസ് സാർ. എവിടെയായിരുന്നു ഇത്രയും കാലം? കാട്ടുകൊള്ളക്കാർ കൊന്നുവെന്നാണല്ലോ ഞങ്ങൾ വിശ്വസിക്കുന്നത് പലതും തെറ്റാണെന്നറിയില്ലേ ഫിലിപ്പേ? സാർ, എനിക്കിപ്പോൾ എത്ര സന്തോഷം തോന്നുന്നെന്നോ. അപ്പോൾ അവർ സാറിനെ കൊന്നില്ലേ? എന്റെ ദൈവമേ! ഇപ്പോൾ ഒരുത്തൻ മരിച്ചു. നിയമപരമായി ഫിലിപ്പിന് എന്നെ അറസ്റ്റ് ചെയ്യാം. നിയമപരമായി അറസ്റ്റ് ചെയ്യാനും ശിക്ഷിക്കാനുമാണെങ്കിൽ ഇവിടെ ആരെങ്കിലും ബാക്കിയുണ്ടാവുമോ സാർ? സാറിന്റെ ദൗത്യം നിർവഹിക്കുക. ഞാൻ തടഞ്ഞാലും സാറിന്റെ കർമ്മം ചെയ്യും. ദൈവനിശ്ചയമാണത്. ഈ സ്വരം വീണ്ടും കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. സാർ, ഞാൻ ആ മുഖമൊന്ന് കണ്ടോട്ടെ. ആരാധനയും ഭക്തിയും പോലെയായിരുന്നു CA ഫിലിപ്പിന്റെ സ്വരം. ഞാൻ ഫിലിപ്പിനെ വന്ന് കണ്ടോളാം. പിന്നീട് എനിക്ക് ഫിലിപ്പിന്റെ സഹായം വേണം. നമ്മുടെ SP ബഷീറും അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലായിരുന്ന പോലീസുകാരും എവിടെ ഫിലിപ്പേ? എനിക്കവരെ കാണാൻ പറ്റുമോ? ആശാദേവി ചോദിച്ചു. ബഷീറിന്റെ കാൽ മുറിച്ചു കളയേണ്ടി വന്നു സാർ, ഫിലിപ്പ് പറഞ്ഞു. എന്നിട്ടും രക്ഷപ്പെട്ടില്ല. നെഞ്ചിൽ വെടിയുണ്ട ഓപ്പറേറ്റ് ചെയ്ത മുറിവിൽ പഴുപ്പുണ്ടായി. ബഷീർ മരിച്ചു. കോൺസ്റ്റബിൾ ജേക്കബും അഗസ്റ്റിനും ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു. 3 മാസം കിടന്ന ശേഷം രാജുവിന്റെ കൈ മുറിച്ചു കളയേണ്ടി വന്നു. അയാളിപ്പോൾ കൂൾ ബാർ നടത്തുകയാണ്. മൈ ഗോഡ്! ആശാദേവിയുടെ ശബ്ദം വേദനയുടേതായിരുന്നു. ചോപ്രയുടെ രഹസ്യ വീട്ടിൽ വെച്ച് പോലീസ് വേലായുധനെയും മറ്റും പിടികൂടാൻ ശ്രമിച്ചപ്പോഴുണ്ടായ വെടിവെപ്പിലാണ് SA ബഷീറിന്റെ കാലിലും നെഞ്ചിലും വെടിയേറ്റത്. പഞ്ചമിയെ കൊണ്ടുവന്ന വീടിന് മുന്നിൽ വെച്ച് DYSP ശേഖറാണ് കോൺസ്റ്റബിൾമാരായ ജേക്കബിനെയും അഗസ്റ്റിനെയും രാജുവിനെയും ജീപ്പിടിച്ച് തെറിപ്പിച്ചത്. ജേക്കബിന്റെ കാൽ തകർന്നു പോയിരുന്നു. അഗസ്റ്റിന്റെ തലയ്ക്കായിരുന്നു മുറിവ്. രാജുവിന്റെ കൈയിലൂടെയാണ് ജീപ്പ് കയറിയത്. ഡ്യൂട്ടി ചെയ്തതിന് മേലുദ്യോഗസ്ഥൻ നൽകിയ സമ്മാനം. അവരാണിപ്പോൾ നാട് ഭരിക്കുന്നത്. മന്ത്രി വേലായുധന്റെ വീടിന്റെ മുന്നിൽ ആഘോഷങ്ങൾ നിലയ്ക്കുന്നത് അവർ കണ്ടു. പടക്കം പൊട്ടുന്നില്ല, പൂത്തിരി കത്തുന്നില്ല. അവരെല്ലാവരും അന്വേഷണം ആരംഭിച്ചു സാർ. സാറിന്റെ രീതിയിൽ രക്ഷപ്പെട്ടുകൊള്ളൂ. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഫിലിപ്പ് തിടുക്കത്തിൽ ചോദിച്ചു. നോ താങ്ക് യു മാൻ, ആശാദേവി പറഞ്ഞു. നന്ദി. ഞാനും ജനങ്ങളുമാണ് സാർ പറയേണ്ടത്. ഒരു പിശാചിനെയല്ലേ കൊന്നത്. സാറിന് പുണ്യം കിട്ടും. ദൈവം അനുഗ്രഹിക്കും. ഫിലിപ്പ് ആശാദേവിയെ ശ്രദ്ധിക്കാതെ വീടിന് നേരെ നടന്നു. ഒരു നിമിഷം കഴിഞ്ഞ് ഫിലിപ്പ് തിരിഞ്ഞു നോക്കുമ്പോൾ ആശാദേവി അവിടെ ഇല്ലായിരുന്നു. SP ശേഖർ പോലീസിനെയും കൂട്ടി അന്വേഷിച്ചെങ്കിലും ആശാദേവിയെപ്പറ്റി യാതൊരു തെളിവുകളും കിട്ടിയില്ല. ന്യൂ ഇയർ ആഘോഷങ്ങളുമായി റോഡിലൂടെ വന്ന കുറെ ചെറുപ്പക്കാരെ പോലീസ് പിടികൂടി. മദ്യപിച്ചിരുന്ന അവർ പോലീസുകാരെ തെറി പറഞ്ഞു. കലിമുത്ത പോലീസുകാർ ദേഷ്യം അവരോട് തീർത്തു. നേരം വെളുത്തപ്പോൾ 4-5 ചെറുപ്പക്കാർ ആശുപത്രിയിലായിരുന്നു. മന്ത്രിയുടെ വീട്ടിൽ വെച്ചുള്ള മരണം വലിയ കോളിളക്കമുണ്ടാക്കി. പത്രങ്ങളെല്ലാം അത് വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. പ്രതിപക്ഷം ചെറിയൊരു തെളിവിനായി കാത്തിരുന്നു. വേലായുധൻ ഡോക്ടറെ കൊന്നതാണെന്ന് വരുത്തുവാൻ അവസരം പാർത്തിരുന്നു. വേലായുധന് തന്റെ കോഡ്ലെസ് ഫോൺ എവിടെ പോയെന്ന് മനസ്സിലായി. കാറിൽ നിന്നത് ആശാദേവി എടുത്തിരിക്കണം. ഇനി അവൾ നമ്മളെയായിരിക്കും കൊല്ലുന്നത്, മന്ത്രി SP-യോട് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. അതിനു മുമ്പ് അവളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ കൊന്നുകളയും. കഴിവുള്ള എത്ര ചെറുപ്പക്കാരുണ്ട് വേറെ. SP ശേഖറിന് വിഷമം തോന്നി. അദ്ദേഹം പറഞ്ഞു, സാർ, ഞാൻ അവളെ കണ്ടുപിടിക്കും. എനിക്കതിനുള്ള സാധ്യതകൾ മനസ്സിലാകുന്നുണ്ട്. എന്ത്? ആശ ആയുധമായി ഉപയോഗിച്ചത് അമ്പും വില്ലുമാണ്. ആദിവാസികളാണത് ഉപയോഗിക്കുന്നത്. വിഷം പുരട്ടിയ അമ്പുകളുടെ വിദ്യ അവൾ അവിടെ നിന്നും പഠിച്ചതായിരിക്കും. എന്നാലോ കാര്യമുണ്ട്. ആശാദേവി കാട്ടിൽ വെച്ച് കത്തി നശിച്ച വീടിന്റെ സമീപത്തുള്ള ഏതെങ്കിലും ആദിവാസികളുടെ ഇടയിൽ നിന്നായിരിക്കും അത് പഠിച്ചത്. അവരായിരിക്കും അവളെ രക്ഷിച്ചത്. ഇത്രയും കാലം ഒളിപ്പിച്ച് താമസിപ്പിച്ചതും അവരായിരിക്കും. ആ രീതിയിൽ അന്വേഷണം നടത്തിയാൽ നിഷ്പ്രയാസം അവളെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടും. എനിക്കുറപ്പുണ്ട്. ഗുഡ്, വെരി ഗുഡ്. മന്ത്രി വേലായുധൻ SP ശേഖരന്റെ പുറത്തു തട്ടി. വേഗം അന്വേഷിക്കേ. ഇനി അവൾ ജീവിച്ചിരിക്കാൻ പാടില്ല. ഫോഴ്സ് എത്ര വേണമെങ്കിലും ഉപയോഗിച്ചോ, എത്ര പണം വേണമെങ്കിലും ചിലവാക്കിക്കോ. കാര്യം നടക്കണം. ശരി സാർ. പക്ഷെ ഒരു കാര്യം, രഹസ്യം ചോരരുത്. പ്രതിപക്ഷം അറിയരുത്. ഒരിക്കൽ മരിച്ചുപോയ ആശാദേവി വീണ്ടും ഒരിക്കൽ കൂടി മരിച്ചാൽ പത്രങ്ങളും ജനങ്ങളും
അതിൻ്റെ കാരണം അന്വേഷിക്കും. അത് വന്നു നിൽക്കുന്നത് നമ്മുടെ മുന്നിലായിരിക്കും. അത് മറക്കണ്ട. മന്ത്രി മുന്നറിയിപ്പ് കൊടുത്തു. നോ സാർ, ഇനി അവൾ രക്ഷപ്പെടില്ല. ശേഖർ ഉറപ്പ് കൊടുത്തു. കാട്. മരത്തിന്റെ മുകളിൽ കയറി തേനെടുത്തു കൊണ്ടിരുന്ന മൂപ്പന്റെ മകൻ മാടൻ ഒരു കൂവൽ ശബ്ദം കേട്ടു. അയാൾ നോക്കുമ്പോൾ താഴെ കാടിനടിയിലെ വഴിയിലൂടെ കാക്കിധാരികൾ തോക്കുകളുമായി വരുന്നത് കണ്ടു. തങ്ങളുടെ കുടിയിലുള്ള ഒരു ചെറുപ്പക്കാരനെ അവർ കൈകൾ കെട്ടി പുറം അടിച്ചു പൊളിച്ച് മുന്നിൽ നടത്തുന്നത് കണ്ടപ്പോൾ അപകടത്തിന്റെ യഥാർത്ഥ മുഖം അയാൾ കണ്ടു. വഴികാട്ടി. അവന്റെ നിലവിളി കേൾക്കാം. മാടൻ പേടിച്ച് താഴെ ഇറങ്ങി. അതാ ഒരുത്തൻ മരത്തില്. മാടനെ ഒരു പോലീസുകാരൻ കണ്ടു കഴിഞ്ഞു. SP ശേഖർ അവന്റെ നേരെ റിവോൾവർ നീട്ടി ഉന്നം നോക്കി. ഠേ! കാട് നടുങ്ങുമാറ് വെടിപൊട്ടി. മാടൻ ഒരു നിലവിളിയോടെ മരത്തിൽ നിന്ന് താഴേക്ക് വീണു. മലമടക്കുകളിൽ ആ ശബ്ദം പ്രതിധ്വനിച്ചു. അധ്യായം 55. ആശാദേവിയുടെ കയ്യിൽ തോക്ക് കണ്ട പരിചയം മാടനുണ്ടായിരുന്നു. തോക്ക് തന്റെ നേരെ തിരിച്ചത് വെടിവെക്കാനാണെന്ന് അവന് മനസ്സിലായി. വെടി പൊട്ടുന്നതിന് മുമ്പ് അവൻ താഴെയുള്ള വള്ളിപ്പടർപ്പുകളിലേക്ക് വീണു. താഴെ ഇരതേടിക്കൊണ്ടിരുന്ന കാടപ്പക്ഷികൾ ഓടിപ്പോയി. പോലീസിന്റെ ശബ്ദവും അവർ പിടിച്ച ചെറുപ്പക്കാരന്റെ നിലവിളിയും അവൻ വ്യക്തമായി കേട്ടു. മാടൻ ഊരിലേക്ക് ഓടി മൂപ്പനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. മൂപ്പന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നതിന് മുമ്പ് പോലീസ് കുടിയുടെ അങ്ങേ തലയ്ക്കൽ എത്തിയിരുന്നു. ആശാദേവി ലക്ഷക്കണക്കിന് രൂപ ആ ആദിവാസികൾക്ക് കൊടുത്തിരുന്നു. നല്ല പാർപ്പിടങ്ങളും വസ്ത്രങ്ങളും രോഗം വന്നാൽ മന്ത്രവും പ്രാകൃത ചികിത്സയും ഉപേക്ഷിച്ച് വൈദ്യശാസ്ത്രത്തെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഡിസ്പെൻസറിയും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആശാദേവി പണം ചെലവാക്കിയത്. അതിന്റെ ശ്രമങ്ങളെല്ലാം ദ്രുതഗതിയിൽ നടക്കുകയായിരുന്നു. പോലീസുകാരെ കണ്ടപ്പോൾ ആളുകളെല്ലാം മൂപ്പന്റെ മുന്നിൽ കൂടി. കുഞ്ഞു കുട്ടികളടക്കം പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം മൂപ്പന്റെ കുടിലിനു മുന്നിൽ കാത്തുനിന്നു. എല്ലാവരുടെയും മുഖത്ത് ഉത്കണ്ഠയും ഭീതിയും കത്തി നിന്നിരുന്നു. മൂപ്പന്റെ ഇടവും വലവും നിന്ന് മാടനും ദുർഗയും അവരെ നോക്കി. ആ ആൾക്കൂട്ടത്തിന് നേരെ നടക്കുമ്പോൾ SP ശേഖറിനും പോലീസുകാർക്കും ഒരു കാര്യം മനസ്സിലായി. അവിടെ എന്തോ പുതിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. വീടുകളൊക്കെ നന്നാക്കുന്നു. അവരെ ഉദ്ധരിക്കാൻ വേണ്ടി ഗവൺമെന്റ് പണം മുടക്കിയിട്ടില്ലെന്ന് ശേഖറിനറിയാം. പിന്നെ ആരാണ് അവർക്ക് പണവും മൺഭിത്തികളും ഈറ്റമറകളും മാറ്റി ഇഷ്ടിക പിടിച്ച് ഭിത്തി കെട്ടാൻ ബുദ്ധിയും നൽകിയത്? വഴികാട്ടിയെ അടിച്ചു തെളിച്ചുകൊണ്ട് പോലീസ് മൂപ്പന്റെ മുന്നിലെത്തി. എന്താ ചെമ്പ ഇത്? മൂപ്പൻ പോലീസുകാരുടെ മർദ്ദനം കൊണ്ട് ക്ഷീണിച്ചു വന്നവനോട് ചോദിച്ചു. എൻ മൂപ്പ, ഇവർ എന്നെ സുട്ടേൻ. അവൻ മൂപ്പന്റെ കാൽക്കലേക്ക് വീണു. 2-3 പേർ കൂടി അവനെ പിടിച്ചുകൊണ്ടുപോയി. അവന്റെ ഭാര്യ നിലവിളിക്കാൻ തുടങ്ങി. എന്നാ തമ്പ്ര ഇത്? ഇത് നാങ്കട കാട്. മൂപ്പൻ SP-യോട് ചോദിച്ചു. ശേഖർ റിവോൾവർ എടുത്ത് മൂപ്പന്റെ തലയ്ക്ക് നേരെ നീട്ടി. നിന്നെ ഞാൻ കൊല്ലാൻ പോകുക. അതിനു മുമ്പ് സത്യം പറഞ്ഞു. ആശാദേവി ഇവിടെ വന്നോ? ആശാദേവിയോ? അത് യാറ്? വൃദ്ധൻ കണ്ണു മിഴിച്ചു. SP തോക്ക് കിഴവന്റെ നെറ്റിയിൽ മുട്ടിച്ചു. കാട്ടുവള്ളി കൊണ്ടുള്ള അയാളുടെ തൊപ്പി വിറയ്ക്കാൻ തുടങ്ങി. മാടന് ആ കാഴ്ച സഹിച്ചില്ല. ദുർഗ ആലില പോലെ വിറച്ചു. ആ സുന്ദരിയുടെ മാറിലേക്കും വയറ്റിലേക്കും തുടകളിലേക്കും പോലീസ് ഉദ്യോഗസ്ഥർ ആർത്തിയോടെ നോക്കി. കാട്ടു സിനിമകൾ എടുക്കാൻ വേണ്ടി വളരെ സുന്ദരിയായ ഒരു നടിയെ മേക്കപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. നാടൻ പെണ്ണുങ്ങൾക്കില്ലാത്ത സൗന്ദര്യം. സത്യം പറഞ്ഞോ, ആശാദേവിയെ നിങ്ങളാണ് ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയത്. അവൾ എവിടെയാണിപ്പോൾ? അടിയങ്ങൾക്കറിയില്ല തമ്പ്രാനെ. മൂപ്പന്റെ ശബ്ദം വിറച്ചു. അയാൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നത് തനിക്ക് അപമാനമായി മൂപ്പന് തോന്നി. ആളുകളെല്ലാം ഭീതിയോടെ നോക്കി നിൽക്കുകയാണ്. നീ പറയില്ല അല്ലേടാ? SP ശേഖർ മൂപ്പന്റെ കരണത്തടിച്ചു. മൂപ്പൻ നിലവിളിച്ചു പോയി. അത്രയും കാണാനുള്ള ക്ഷമ മാടനില്ലായിരുന്നു. അവൻ SP ശേഖറെ തല്ലി. എന്നടാ, ഉടുപ്പും തൊപ്പിയും വെച്ച് കാട്ടുമക്കളെ തല്ലുക? മാടൻ അലറി. SP-യുടെ തൊപ്പി തെറിച്ചുപോയി. അദ്ദേഹം മണ്ണിൽ മലർന്നു വീണു. പിന്നിൽ നിന്ന ലോക്കൽ സ്റ്റേഷനിലെ SI അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ജോസഫേ! SP SIയെ വിളിച്ചു. യെസ് സാർ. കഴിവേറികളെ അടിച്ചു പൊളിക്കി. ആജ്ഞ കിട്ടിയ SI പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു. SP-യെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോലീസുകാർ ആദിവാസികളുടെ മേൽ ചാടി വീണു. അടിയുടെയും നിലവിളികളുടെയും ശബ്ദമേ കുറച്ചുനേരം അവിടെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. മൂപ്പനും മാടനും ദുർഗയ്ക്കുമൊക്കെ അടി കിട്ടി. മുതുകിൽ മാറാപ്പ് കെട്ടി തൂക്കി കൊച്ചുകുട്ടികളെ സൂക്ഷിച്ചിരുന്ന അമ്മമാർക്ക് രക്ഷപ്പെടാൻ പ്രയാസമായിരുന്നു. അവർക്കും മാറാപ്പിലെ കുട്ടികൾക്കും ലാത്തി കൊണ്ടടി കിട്ടി.
കാട്ടിൽ നിന്ന് കൂട്ടക്കരച്ചിൽ ഉയർന്നു. അത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മൂപ്പനെയും മാടനെയും ദുർഗയെയും പോലീസുകാർ വീട്ടിനുള്ളിൽ പിടിച്ചു കെട്ടിയിട്ടു. എസ്ഐയുടെയും SP-യുടെയും കൈത്തരിപ്പ് തീരുന്നതുവരെ മാടന് ഇടികിട്ടി. അവൻ ബോധം കെട്ട് വീണു. വൃദ്ധനും ദുർഗയും കരഞ്ഞു കരഞ്ഞ് ജീവനറ്റതുപോലെയായി. കിഴവ, ഇനി പറയ്, ആശാദേവിയെ രക്ഷിച്ചത് നിങ്ങളല്ലേ? തത്ത പറയുന്നത് പോലെ പറഞ്ഞു. അവൾ ഇപ്പോഴെവിടെയാ? ഞങ്ങൾ അറിയൂല. അവളുടെ കൂടെ മറ്റാരാണുള്ളത്? ഒരുത്തൻ. അതാരാ? അറിയൂല, പരിചയമില്ല. വൃദ്ധൻ കരഞ്ഞുകൊണ്ട് തലയിളക്കി. അവൾ നിനക്ക് പണം തന്നോ? എത്ര? എമ്പിടി. കിഴവന് കണക്കറിയില്ലെന്ന് ശേഖറിന് മനസ്സിലായി. രാത്രിയായി. സാർ, ആണുങ്ങളൊക്കെ അടികൊണ്ട് കാട് കയറി. പെണ്ണുങ്ങൾ മാത്രമേ കുടിലുകളിലുള്ളൂ. ഇവിടുത്തെ പെണ്ണുങ്ങൾ സുന്ദരികളാണെന്ന് പോലീസുകാർ പറഞ്ഞു. SI ചെവിയിൽ അടക്കം പറഞ്ഞു. എന്തുമായിക്കോ, ഇവറ്റകൾ മര്യാദ പഠിക്കട്ടെ, ശേഖർ അനുവദിച്ചു. ആശാദേവിയെ രക്ഷിച്ചതിന്റെ കലിപ്പിലായിരുന്നു അയാൾ. മാത്രമല്ല, ദുർഗയിൽ ഒരു നോട്ടവും അയാൾക്കുണ്ടായിരുന്നു. പഴയ പഞ്ചമയേക്കാൾ നല്ലൊരു പെണ്ണിനെ അയാൾക്ക് കിട്ടിയിരുന്നില്ല. രാത്രി പോലീസുകാർ കൂരകളിലേക്ക് കയറി. അവിടെ നിന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും നിലവിളി ഉയർന്നു. മൂപ്പന്റെയും മാടന്റെയും മുന്നിൽ വെച്ച് ശേഖർ ദുർഗയെ ബലാത്സംഗം ചെയ്തു. വൃദ്ധനും മാടനും ബന്ധനസ്ഥരായി കിടന്ന് പിടഞ്ഞു. ദുർഗയുടെ നിലവിളി കാട്ടിൽ അലിഞ്ഞു ചേർന്നു. 2 ദിവസം പോലീസ് അവിടെ ക്യാമ്പ് ചെയ്തു. എത്ര ഭീഷണിപ്പെടുത്തിയിട്ടും മർദ്ദിച്ചിട്ടും ആശ എവിടെയാണെന്ന് പോലീസിന് യാതൊരു വിവരവും കിട്ടിയില്ല. അവർക്കതേപ്പറ്റി അറിയില്ലെന്നുറപ്പായി. പക്ഷേ ആശാദേവി അവിടേക്ക് വരാനിടയുണ്ടെന്നവർക്കറിയാമായിരുന്നു. ഒരു പക്ഷേ പോലീസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവൾ കാട്ടിൽ ഒളിച്ചു കഴിയുന്നതായിരിക്കും. ചുറ്റുപാടുമുള്ള കാടുകളിലെല്ലാം പോലീസ് തിരഞ്ഞു. അവസാനം അന്വേഷണം മതിയാക്കി. 2 സായുധ പോലീസുകാരെ അവിടെ നിർത്തിയിട്ട് SP-യും സംഘവും യാത്രയായി. ആശാദേവിയും രവീന്ദ്രനും ഊരിലേക്ക് വരുന്നതിനിടയിൽ സംഭവമറിഞ്ഞു. ആശ കലിതുള്ളി വിറച്ചു. അവർ കുടിലിലേക്ക് ഓടിച്ചെന്നു. താൻ ഉദ്ധരിക്കാൻ ശ്രമിച്ച ആദിവാസി കോളനി ശേഖർ തകർത്തു. അവിടുത്തെ പുരുഷന്മാരെ മർദ്ദിച്ചു. സ്ത്രീകളെ കൂട്ടമായി ബലാത്സംഗം ചെയ്തു. ആശാദേവിക്ക് തല പിരുത്തു കയറി. ഊരിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ ആശ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. ദുർഗ ഒരു മരക്കൊമ്പിൽ തൂങ്ങി നിന്നാടുന്നു. മാനം നഷ്ടപ്പെട്ട അവൾ ആത്മഹത്യ ചെയ്തു. മൂപ്പനും മാടനും താഴെയിരുന്ന് കരയുന്നു. മൂപ്പ, ആശ ഗദ്ഗതത്തോടെ വിളിച്ചു. ഷാർ. മൂപ്പൻ തേങ്ങിപ്പോയി. രവീന്ദ്രനെ അവർ ചോദിച്ചു. നാങ്ക പറഞ്ഞില്ല. പറഞ്ഞിരുന്നേ രവീന്ദ്രന്റെ കൂറ, അപ്പ അമ്മാവെ എല്ലാം സുട്ടേനെ. വൃദ്ധൻ പറയുന്നത് കേട്ടപ്പോൾ രവീന്ദ്രന്റെയും ഹൃദയം തകർന്നു പോയി. സ്വയം ദുരന്തം ഏറ്റുവാങ്ങി അവർ തങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. ഉടൻ 2 പോലീസുകാർ തൂക്കുമായി അവരുടെ മുന്നിൽ ചാടി വീണു. ഹാൻസപ്പ്! അവർ രക്തദാഹികളെ പോലെ അലറി. ആശ അവരെ തിരിഞ്ഞു നോക്കി. ആ മുഖം കണ്ട പോലീസുകാർക്ക് ഭയം തോന്നി. മരിച്ചുപോയെന്ന് പത്രങ്ങളിൽ വാർത്ത വന്ന SP ആശാദേവിയാണതെന്ന് അവർ തിരിച്ചറിഞ്ഞു. SP-യുടെ നേരെ തോക്ക് ചൂണ്ടുക. അവർ വല്ലാതായി. തോക്ക് താഴെയിട്ട്, ആശ കൽപ്പിച്ചു. ഇടാൻ. അവർ തോക്ക് താഴെ വെച്ചു. ശേഖർ എവിടെയാണ്? TV-യിൽ. നിങ്ങൾക്കെന്നെ അറിയാമോ? യെസ് സാർ. ഇരുവരും സല്യൂട്ട് ചെയ്തു. ചുറ്റും കൂടിയ ആദിവാസികൾ അത്ഭുതത്തോടെ നിന്നു. ഇതെന്താടാ? ആശ പോലീസുകാരെ നോക്കി ദുർഗയുടെ നേരെ കൈ ചൂണ്ടി. പോലീസുകാർ ഭയം കൊണ്ട് വിറച്ചുപോയി. നിങ്ങൾ ഈ പാവം സ്ത്രീകളെ അപമാനിച്ചു അല്ലേ? അത് കേട്ടപ്പോൾ സ്ത്രീകൾ കരയാൻ തുടങ്ങി. നിങ്ങളുടെ വീട്ടിൽ കയറി അമ്മമാരെയും സഹോദരിമാരെയും മാനഭംഗപ്പെടുത്തിയാൽ നിങ്ങൾ നോക്കി നിൽക്കുമോ? ഇല്ല. 2 പോലീസുകാരും ഒരുമിച്ച് പറഞ്ഞു തീർന്നതും ആശ ആദിവാസികളോടലറി. നിങ്ങളെ ശിക്ഷിച്ചവരെ നിങ്ങൾ തന്നെ ശിക്ഷിക്ക്. പുരുഷന്മാരും സ്ത്രീകളും പോലീസുകാരുടെ മേൽ ചാടി വീണു. പോലീസുകാരുടെ യൂണിഫോം അവർ വലിച്ചു കീറി. ജീവനും കൊണ്ടോടാൻ തുടങ്ങിയ 2 പേരെയും അവർ പച്ചയ്ക്ക് തല്ലിക്കൊന്നു. കാട്ടിന്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി കുറുനരികൾ ഇരതേടുന്ന കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. ശേഖർ! ആശാദേവി അലറി. രാത്രിയിൽ ആ ശബ്ദം കേട്ട് TV-യിൽ മദ്യലഹരിയിലായിരുന്ന SP ഞെട്ടിവിറച്ചു. ഒരു മദാലസയുടെ പരിലാളനത്തിലിരുന്ന ശേഖറിന്റെ മുന്നിൽ വാതിൽ തകർന്നു വീണു. മഴുവിന്റെ തിളങ്ങുന്ന വായ്ത്തലയാണ് അയാൾ ആദ്യം കണ്ടത്. തുടരും.